ഹലോ ഫ്രണ്ട്സ്, മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. കോമൺലി കൂടുതൽ ആളുകൾ ഓൺലൈനിൽ സെർച്ച് ചെയ്യുന്ന ഒരു ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലൈനിലൂടെ എങ്ങനെ മണി ഏൺ ചെയ്യാം എന്നുള്ളതായിരിക്കും. ഇങ്ങനെ സെർച്ച് ചെയ്ത് പലരും പല സൈറ്റുകളിലും പോയി അബദ്ധത്തിൽ പെടാറുണ്ട്. ഈ വീഡിയോയിലൂടെ ഓൺലൈനിൽ ജെന്യൂൻ ആയിട്ട് എങ്ങനെ മണി ഏൺ ചെയ്യാം എന്നുള്ളതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഓൺലൈനിലൂടെ നമ്മളെ ഫ്രണ്ട്സ് പലരും പല ഓൺലൈൻ ബിസിനസ്സും ചെയ്യുന്നുണ്ട്. പക്ഷെ അവർ ഒരു പരിധി വരെ നമുക്ക് പല ഡിസ്റ്റർബൻസും ആവാറുണ്ട്. അവർ കുറേ ലിങ്ക് നമ്മുടെ തരുന്നു, അത് ഷെയർ ചെയ്യണം, അതിൽ ജോയിൻ ചെയ്യാൻ പറയുന്നു. പക്ഷേ അങ്ങനെ ഒരു ഡിസ്റ്റർബൻസും ഇല്ലാതെ നമുക്ക് ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെയോ ഡിസ്റ്റർബ് ചെയ്യാതെയോ നമുക്കിത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാനിത് ചെയ്ത് സക്സസ്ഫുൾ ആയതുകൊണ്ട് മാത്രമാണ് ഈ ടോപ്പിക്ക് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടായിരിക്കണം. അപ്പോൾ ഡിമാറ്റ് അക്കൗണ്ട് എന്താണെന്നുള്ളതും അതെങ്ങനെ എടുക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഡിമാറ്റീരിയലൈസ്ഡ് അക്കൗണ്ടിങ്ങിൻ്റെ ഷോർട്ട് ഫോമാണ് ഡിമാറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്. അതായത് ഓഹരികൾ അല്ലെങ്കിൽ ഓഹരി ഇടപാടുകൾ നമ്മൾ ഇലക്ട്രോണിക്കലി ചെയ്യുന്ന ഒരു സംവിധാനത്തെയാണ് ഡിമാറ്റ് അക്കൗണ്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഷെയർ മാർക്കറ്റ് എന്നൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളത് കറക്റ്റായിട്ട് മനസ്സിലാക്കാത്തതുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ വിചാരിക്കുന്നത്. നമ്മൾ ഏത് കാര്യം ചെയ്താലും അതിൻ്റെ അകത്ത് സക്സസും ഫെയിലിയറും ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായി കണ്ട ശേഷം ജോയിൻ ചെയ്യണോ വേണ്ടതെന്ന് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാവുന്നതാണ്. നമുക്കൊരു ഇമെയിൽ അയക്കണം, ഒരു ഇമെയിൽ ഐ ഡി വേണം. അതുപോലെ തന്നെ നമുക്ക് ട്രേഡിംഗ് ചെയ്യണമെങ്കിൽ ആവശ്യമുള്ള ഒരു അക്കൗണ്ടാണ് ഡിമാറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഈ ഡിമാറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് നമ്മളൊരു ബാങ്ക് അക്കൗണ്ട് ഉപയോഗിക്കുന്ന പോലെ തന്നെയാണ്. അതായത് നമുക്ക് പണം വേണേൽ സ്വീകരിക്കാം, അതുപോലെ തന്നെ നിക്ഷേപിക്കാനും പറ്റും. ഇനി നിങ്ങൾ ഇതിൻ്റെ സേഫ്റ്റിയാണ് നോക്കുന്നതെങ്കിൽ ഇന്ത്യ ഗവൺമെൻറ് സെബിയാണ് ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത്. സെബി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയാണ്. ഇത് ഇന്ത്യ ഗവൺമെൻറ് അണ്ടറിലാണ്. ഇതുവഴി നടക്കുന്ന എല്ലാ ഇടപാടുകളും വളരെ ജെന്യൂനും സുരക്ഷിതവുമായിരിക്കും. ഇന്ത്യയിൽ NSDL അതുപോലെ തന്നെ CSDL എന്നിങ്ങനെ 2 ഡെപ്പോസിറ്ററി ഓർഗനൈസേഷനുകളാണ് ഡിമാറ്റ് അക്കൗണ്ട് പ്രാഥമികമായിട്ട് പരിപാലിക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഡിമാറ്റ് അക്കൗണ്ടിനെ കുറിച്ച് അറിയാനുള്ളത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇതിൻ്റെ പ്രൊസീജിയർ എന്താണെന്ന് പറഞ്ഞുതരാം. ഇവിടെ നമ്മൾ സിമ്പിളായിട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ കമ്പനികളുടെ ഷെയർ വാങ്ങിച്ച് നമ്മൾ വാങ്ങിയ വിലയേക്കാളും അത് കൂടുതലാകുമ്പോൾ അല്ലെങ്കിൽ അത് ലാഭത്തിലാകുമ്പോൾ നമ്മൾ വിൽക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഡയറക്റ്റ് ഒരു കമ്പനിയിൽ പോയി ഒരിക്കലും ഷെയറുകൾ വാങ്ങാൻ പറ്റുന്നതല്ല. അവരപ്പോൾ അവരുടെ ഷെയറുകൾ ലിസ്റ്റ് ചെയ്യും. ആ ലിസ്റ്റ് ചെയ്യുന്ന സ്ഥലത്തെയാണ് നമ്മൾ എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. നമുക്കൊരു കമ്പനിയുടെ ഷെയർ വാങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് എക്സ്ചേഞ്ചിൽ പോയാലും അവൈലബിൾ ആകത്തില്ല. അപ്പോൾ നമുക്കും എക്സ്ചേഞ്ചിനും ഇടയ്ക്ക് കുറേ ബ്രോക്കേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ അതിൻ്റെതായ സബ് ബ്രോക്കേഴ്സ് ഉണ്ട്. നമ്മൾ ഈ ബ്രോക്കേഴ്സിൽ നിന്നുമാണ് ഷെയറുകൾ വാങ്ങിക്കുന്നത്. അപ്പോൾ ഇത് മൊത്തം കൺട്രോൾ ചെയ്യുന്നത് സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ അഥവാ സെബിയാണ്. അപ്പോൾ ഇതിൻ്റെ സുരക്ഷിതത്വവും അതുപോലെ ജെന്യൂനിറ്റിയും നമുക്ക് ഉറപ്പുവരുത്താവുന്നതാണ്. ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിന് നിങ്ങൾക്ക് എന്തൊക്കെ പ്രൂഫുകളാണ് വേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യമായിട്ട് വേണ്ടത് പാൻ കാർഡ്, അതുപോലെ തന്നെ ആധാർ കാർഡ് ഫോണുമായിട്ട് മസ്റ്റായിട്ട് ലിങ്ക് ആയിട്ടുള്ളതായിരിക്കണം. ആ ഫോൺ നമ്പർ നിങ്ങളുടെ കയ്യിലുള്ളതുമായിരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ ജെന്യൂനായി ഉപയോഗിക്കുന്ന ഒരു ബാങ്ക് അക്കൗണ്ടും അതിൻ്റെ 6 മാസത്തെ സ്റ്റേറ്റ്മെൻറ്റ് ആണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾ ഓൺലൈൻ നെറ്റ് ബാങ്കിങ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ സ്റ്റേറ്റ്മെൻറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾ മൊബൈൽ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിൽ ഡിജി ലോക്കർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ എളുപ്പം തന്നെ ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഡിജി ലോക്കർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡിജിറ്റൽ ID പ്രൂഫാണ്. നമ്മുടെ ആധാർ കാർഡും ID കാർഡുകളെല്ലാം തന്നെ അതിൽ ലിങ്ക് ചെയ്ത് വെക്കാൻ പറ്റും. നമ്മുടെ ഡിജി ലോക്കർ ID ഉപയോഗിച്ച് വളരെ ഈസി ആയിട്ട് തന്നെ ഈ പ്രോസസ്സ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഡിജി ലോക്കർ ഇല്ലാതെ തന്നെ നമുക്ക് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ആധാർ കാർഡിൻ്റെ ID പ്രൂഫുകളുടെ എല്ലാം തന്നെ ഫോട്ടോ എടുത്ത് ഓൺലൈനായിട്ട് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഇന്ന് ഈ വീഡിയോയിലൂടെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളതും ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നതുമായിട്ടൊരു ആപ്ലിക്കേഷനാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് വളരെ എളുപ്പം ഇത് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കുന്ന ലിങ്ക് മുഖേന ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറേ ബെനിഫിറ്റ്സ് അവൈലബിൾ ആകുന്നതാണ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യത്തെ 1 മന്ത് ബ്രോക്കറേജ് ഫ്രീ ആയിരിക്കും. അതായത് നിങ്ങൾ നടത്തുന്ന ട്രേഡിങ്ങിന് യാതൊരുവിധ ബ്രോക്കറേജും അവർ ഈടാക്കുന്നതല്ല. നിങ്ങൾക്ക് ഇതിൻ്റെ ഇൻസ്റ്റാളേഷനെ കുറിച്ചോ അല്ലെങ്കിൽ ആക്ടിവേഷനെ കുറിച്ചോ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടാകുകയാണെങ്കിൽ ഒന്നുകിൽ കമൻറ്റ് ബോക്സ് മുഖേനയോ അല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ടെലിഗ്രാം ലിങ്ക് മുഖേനയോ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഇൻസ്റ്റാളേഷൻ പ്രോസസ്സും ആക്ടിവേഷൻ പ്രോസസ്സും വളരെ എളുപ്പമാണ്. ഒരു ഡിമാറ്റ് അക്കൗണ്ട് ആക്ടിവേറ്റ് ആയി നമുക്ക് ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ 2-3 ദിവസം മതിയാവും. ചിലപ്പോൾ അതിന് മുമ്പേ തന്നെ നമുക്ക് ആക്ടിവേറ്റ് ആയി കിട്ടുന്നതാണ്. നമ്മുടെ എല്ലാ ID പ്രൂഫുകളും വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ അവർ ഇത് ആക്ടിവേറ്റ് ചെയ്ത് നൽകുകയുള്ളൂ. അതിൻ്റെ ഒരു താമസമാണ് എടുക്കുന്നത്. ഡിമാറ്റ് അക്കൗണ്ട് ആക്ടിവേറ്റ് ചെയ്യാൻ ഫ്രീ ആക്ടിവേഷൻ അതുപോലെ തന്നെ പെയ്ഡ് ആക്ടിവേഷനും ഉണ്ട്. അപ്പോൾ അത് ഓരോന്നും വായിച്ച് മനസ്സിലാക്കി നിങ്ങളുടെ ആവശ്യാനുസരണം ആക്ടിവേറ്റ് ചെയ്യുക.
അക്കൗണ്ട് ആക്ടിവേറ്റ് ആയ ശേഷം അവർ നമ്മുടെ ഇമെയിൽ ഐ ഡിയിലേക്ക് നമ്മുടെ യൂസർ നെയിമും പാസ്വേഡും അയച്ചു തരുന്നതാണ്. അതുപയോഗിച്ച് നമുക്ക് ഡിമാറ്റ് അക്കൗണ്ട് ലോഗിൻ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഈ ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. ഇതിൻ്റെ പേര് upstox എന്നാണ്. ഈ ആപ്ലിക്കേഷൻ താഴെ ഞാൻ നൽകിയിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്കിലൂടെ ഇൻസ്റ്റാൾ ചെയ്യുക. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത ശേഷം ഓപ്പൺ ചെയ്യുമ്പം ഇങ്ങനൊരു വിൻഡോയാണ് വരുന്നത്. ഡിമാറ്റ് അക്കൗണ്ട് രജിസ്റ്റർ ആയ ശേഷം നമുക്ക് യൂസർ ഐ ഡിയും പാസ്വേഡും അവൈലബിൾ ആകുന്നതാണ്. അതിനുശേഷം നമുക്ക് ഈ യൂസർ ഐ ഡിയുടെ സ്ഥാനത്ത് യൂസർ ഐ ഡിയും പാസ്വേഡും നൽകി നമുക്ക് സൈൻ ഇൻ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷനെ ക്ലിക്ക് ചെയ്ത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടത് നിങ്ങൾക്ക് വാലിഡ് ആയിട്ടുള്ള ഒരു ഇമെയിൽ ഐ ഡി വേണം. അതുപോലെ തന്നെ നിങ്ങളുടെ പാൻ കാർഡ്, ആധാർ കാർഡ് ലിങ്ക് ചെയ്തേക്കുന്ന മൊബൈൽ നമ്പർ, അതിലേക്കാണ് OTP വരുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഇത്രയും ക്ലിയർ ആണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം നിങ്ങളുടെ രജിസ്ട്രേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അതിന് ഹെൽപ്പ് ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു സ്ക്രീനാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് ഈ രീതിയിലായിരിക്കും ഇതിൻ്റെ അക്കൗണ്ട് ഓപ്പണിംഗ് നടക്കുന്നത്. ആദ്യം ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങളുടെ അടുത്ത് മൊബൈൽ നമ്പരും ഇമെയിൽ ഐ ഡിയും ആണ് ചോദിക്കുന്നത്. അത് കൊടുക്കുക. അതുകൊണ്ട് ഓരോ പ്രോസസ്സും ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇതേ രീതിയിൽ തന്നെയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്യുക. പാൻ കാർഡ് ഡീറ്റെയിൽ ഓരോന്ന് ചോദിക്കുന്നുണ്ട്. ഈ കാണുന്ന ഭാഗത്ത് നിങ്ങളുടെ സിഗ്നേച്ചർ മൊബൈലിലൂടെ സൈൻ ചെയ്ത് കൊടുത്താൽ മതിയാവും. നമുക്ക് ഡിജി ലോക്കർ ഉണ്ടെങ്കിൽ അതിൻ്റെ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അവർ ആധാർ അതുപോലെ തന്നെ പാൻ കാർഡ് ഡീറ്റെയിൽ ഡിജി ലോക്കറിൽ നിന്ന് തന്നെ കളക്ട് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഫോണിൽ ഒരു സെൽഫി ഫോട്ടോ എടുക്കണം. അപ്പോൾ ആധാർ കാർഡ് ഡിജി ലോക്കർ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആധാർ കാർഡ് കയ്യിൽ പിടിച്ചുകൊണ്ടായിരിക്കണം ആ ഫോട്ടോ എടുക്കേണ്ടത്. ഇവിടെ ഓരോന്നിൻ്റെ ഇൻസ്ട്രക്ഷൻ കറക്റ്റായിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വായിച്ച് നോക്കിയ ശേഷം മാത്രം ചെയ്യുക. കണ്ടോ, ഇത്രയാണ് ഇതിൻ്റെ പ്രോസസ്സ്. അപ്പോൾ ഞാൻ ഈ പേജിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം. അപ്പോൾ അത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ചെക്ക് ചെയ്ത ശേഷം നിങ്ങൾ രജിസ്ട്രേഷൻ തുടങ്ങുക. നമ്മൾ നൽകിയ ID പ്രൂഫും മറ്റ് ഡീറ്റെയിൽസും ജെന്യൂൻ ആണെങ്കിൽ അവരത് വെരിഫൈ ചെയ്ത ശേഷം 1-2 ദിവസത്തിനുള്ളിൽ തന്നെ നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ട് ആക്ടിവേറ്റ് ആകുന്നതാണ്. അവരുടെ ഒരു റെപ്രസെൻറ്റേറ്റീവ് നമ്മളെ വിളിക്കുന്നതുമായിരിക്കും. അക്കൗണ്ട് ആക്ടിവേറ്റ് ആയ ശേഷം നമ്മുടെ മെയിലിലേക്ക് യൂസർ ഐ ഡിയും പാസ്വേഡും അവർ സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും. നമുക്കത് ഉപയോഗിച്ച് ആപ്ലിക്കേഷനിൽ സൈൻ ഇൻ ചെയ്യാവുന്നതാണ്. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത ശേഷം അതിൻ്റെ ഫസ്റ്റ് ഇൻ്റർഫേസ് ഇങ്ങനെയാണ് വരുന്നത്. ഇനി യൂസർ ഐ ഡിയും പാസ്വേഡും നൽകി ഇതിലേക്ക് സൈൻ ഇൻ ചെയ്യുക. ഓപ്പൺ ചെയ്ത് വരുമ്പോഴത്തേക്കും ഇങ്ങനത്തെ ഒരു സ്ക്രീനാണ് അടുത്ത് വരുന്നത്. ഇവിടെ ഓരോ കമ്പനികളുടെയും പേര് ലിസ്റ്റ് ചെയ്തേക്കുന്നത് കാണാൻ പറ്റും. ഞാനിത് ഓരോന്ന് ആഡ് ചെയ്തിട്ടേക്കുന്നതാണ്. നിങ്ങൾക്ക് മുകളിൽ കാണുന്ന പ്ലസ് സിമ്പലെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമ്പനികളെ ഇങ്ങനെ ആഡ് ചെയ്തിടാൻ പറ്റുന്നതാണ്. ഇതിൽ കാണിച്ചേക്കുന്ന ഓരോ കമ്പനീസിൻ്റെ നേരെ അതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. കറണ്ട് പ്രൈസാണ് കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ ചെറിയൊരു ഗ്രാഫവും കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ അപ്പ് ആൻഡ് ഡൗൺ ആണ് അവിടെ കാണിച്ചേക്കുന്നത്. ഇനി നമുക്ക് കമ്പനിയുടെ ഷെയറുകൾ വാങ്ങിക്കാനായിട്ട് നമുക്കിതിൽ ഫണ്ട് ആഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഏറ്റവും താഴെ കാണുന്ന ഫണ്ട് എന്ന് പറയുന്ന ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു സ്ക്രീൻ വരുന്നതായിരിക്കും. ഇവിടെ നിന്ന് ആഡ് ഫണ്ട്സെ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഗൂഗിൾ പേ ഉപയോഗിച്ചോ അല്ല മറ്റ് ഓൺലൈൻ മെത്തേഡ്സ് ഉപയോഗിച്ചോ ഇതിലേക്ക് ഫണ്ട് ആഡ് ചെയ്യാവുന്നതാണ്. ആദ്യത്തെ 1 മന്ത് ബ്രോക്കറേജ് ഫ്രീ ആയതുകൊണ്ട് നിങ്ങൾ മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ വിഡ്രോ ബട്ടനെ ക്ലിക്ക് ചെയ്ത് വിഡ്രോ ചെയ്യാവുന്നതാണ്. അപ്പോൾ വിഡ്രോ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ആഡ് ചെയ്തപോലെ പെട്ടെന്ന് തന്നെ വിഡ്രോ ആകത്തില്ല. നെക്സ്റ്റ് ട്രേഡിംഗ് സർക്കിൾ കഴിഞ്ഞിട്ടേ അത് വിഡ്രോ ആകത്തുള്ളൂ. അതിൻ്റെ ഡീറ്റെയിൽ അവരവിടെ കാണിക്കുന്നതായിരിക്കും. അതുപോലെ ട്രേഡിംഗ് ടൈം എന്ന് പറയുന്നത് 9:15 AM മുതൽ 3 PM വരെയാണ്. അതുപോലെ തന്നെ മൺഡേ ടു ഫ്രൈഡേ നമുക്ക് ട്രേഡിംഗ് നടത്താൻ പറ്റുകയുള്ളൂ. ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ. നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ഇതിൻ്റെ കസ്റ്റമർ കെയറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തായിട്ട് നമുക്ക് അപ്സ്റ്റോക്സിൽ ഷെയറുകൾ വാങ്ങിക്കുന്നതും അതിൻ്റെ മറ്റുള്ള ഡീറ്റെയിലുകളും നോക്കാം. ഇതിൽ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നിങ്ങൾക്ക് എളുപ്പം ട്രേഡ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങൾ ബാക്കിയുള്ള ഓരോ കാര്യങ്ങളും സെർച്ച് ചെയ്ത് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ കുറേ കമ്പനികളുടെ പേര് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിതിൽ നിന്ന് ഒരു ഷെയർ വാങ്ങിച്ച് നോക്കാം. ഇവിടെ കാണുന്ന ഐഡിയ എന്ന് പറയുന്ന കമ്പനിയുടെ ഷെയർ നമുക്ക് വാങ്ങിച്ച് നോക്കാം. അതിൽ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. ഇവിടെ ഓരോ ടാബിലായിട്ട് ഓരോ ഓപ്ഷൻസ് കാണിച്ചിട്ടുണ്ട്. ഓവർവ്യൂ, ചാർട്ട്, ന്യൂസ്, ഓപ്ഷൻ ചെയിൻ. നമുക്കിത് ഓരോന്നായിട്ട് നോക്കാം. ഈ ഓവർവ്യൂ ടാബിൽ ലിസ്റ്റ് ചെയ്തേക്കുന്ന ഓപ്പണ്, ക്ലോസ്, അപ്പർ സർക്യൂട്ട്, വോളിയം, ലോവർ സർക്യൂട്ട് ഓരോന്ന് കാണിച്ചിട്ടുണ്ട്. ഓരോന്നും നിങ്ങൾ നോക്കി മനസ്സിലാക്കുക.
അടുത്ത് വരുന്ന ചാർട്ട് എന്ന് പറയുന്ന ടാബിൽ അവരുടെ ആ ഷെയറിൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ നമുക്ക് കിട്ടുന്നതാണ്. ഇതിങ്ങനെ സൂം ചെയ്ത് നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ മുകളിൽ നിന്ന് ഷെയർ വാല്യൂസിൻ്റെ വ്യത്യാസം നമുക്ക് മിനിറ്റുകളായോ മണിക്കൂറുകളായോ ഡേ ആയിട്ടോ കാണാൻ പറ്റുന്നതാണ്. ഈ പ്ലസ് സിമ്പലെ ക്ലിക്ക് ചെയ്ത് ഓരോ ആ ക്യാൻഡിലിൻ്റെ മുകളിൽ കൊണ്ട് വെക്കുമ്പോഴത്തേക്കും അതിൻ്റെ കറക്റ്റ് ഓപ്പണിംഗ് ക്ലോസിങ് ഓരോ വാല്യൂ മുകളിലായിട്ട് എഴുതി കാണിക്കുന്നതായിട്ട് കാണാൻ പറ്റും. അടുത്ത നമുക്ക് ന്യൂസ് എന്ന് പറയുന്ന ടാബ് കൊടുത്തിട്ടുണ്ട്. ഇനി ഷെയർ വാങ്ങിക്കുന്നതിനായിട്ട് താഴെ കാണുന്ന ആ ബൈ എന്ന് പറയുന്ന ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുക. ഏറ്റവും മുകളിൽ കാണിച്ചേക്കുന്ന ഷെയർ വാല്യൂ ആണ് 11.35. അതാണ് ഒരു ഷെയറിൻ്റെ വാല്യൂ. ഇനി പ്രോഡക്റ്റ് എന്ന് എഴുതിയേക്കുന്ന ഭാഗത്ത് 2 ഓപ്ഷൻ കാണാൻ പറ്റും, ഡെലിവറി ആൻഡ് ഇൻട്രാഡേ. ഈ ഡെലിവറി ഇൻട്രാഡേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെയർ വാങ്ങിയ ശേഷം അന്നത്തെ ദിവസം തന്നെ വിൽക്കുന്നതിനെയാണ് ഇൻട്രാഡേ എന്ന് പറയുന്നത്. ഡെലിവറി ഓപ്ഷൻ ഉപയോഗിച്ചാണ് നമ്മൾ വാങ്ങിക്കുന്നതെങ്കിൽ ആ ഷെയർ നമുക്ക് കുറേ കാലത്തേക്ക് ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും. ഈ ഓർഡർ ടൈപ്പ് എന്ന് എഴുതിയേക്കുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറേ ഓപ്ഷൻ ലിസ്റ്റ് ചെയ്ത് വരുന്നതാണ്. ഇതിലിപ്പോൾ നിങ്ങൾക്ക് അറിയാനായിട്ട് ഞാൻ മാർക്കറ്റ്, ലിമിറ്റ് എന്ന് 2 ബേസിക് ഓപ്ഷൻസ് പറഞ്ഞു തരാം. ഇതിൽ മാർക്കറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താണ് നമ്മൾ വാങ്ങിക്കുന്നതെങ്കിൽ ഇപ്പം മാർക്കറ്റിൽ നിൽക്കുന്ന അതേ വിലയ്ക്ക് നമുക്ക് ഷെയർ വാങ്ങിക്കാൻ പറ്റും. ഇവിടെ ഇപ്പം മാർക്കറ്റ് വില 11.35 ആണ്. ഇപ്പം നമ്മൾ എത്ര ക്വാണ്ടിറ്റി വാങ്ങിച്ചാലും ഈ 11.35 നമുക്ക് ഷെയറുകൾ അവൈലബിൾ ആകുന്നത്. അതുപോലെ തന്നെ ലിമിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രൈസ് കുറയുമ്പോഴോ കൂടുമ്പോഴോ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. ഇപ്പോൾ 11.35 എന്നുള്ളത് ഞാൻ 11 രൂപയ്ക്ക് ലിമിറ്റ് വെക്കുകയാണെങ്കിൽ ഈ ഷെയർ എപ്പോഴാണോ 11 രൂപയാകുന്നത് ആ സമയത്ത് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ബൈ ആവുന്നതാണ്. അതുപോലെ തന്നെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയാണത്. അതായത് ഇപ്പോൾ 11.35 നിൽക്കുന്ന ഷെയർ നമ്മൾ ആ വിലയ്ക്ക് വാങ്ങിച്ചെന്നിരിക്കട്ടെ, അത് വളരെ ലോസിലേക്ക് പോവുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ലിമിറ്റ് സെറ്റ് ചെയ്യാം. ഒരു 10 രൂപയ്ക്ക് ലിമിറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 10 രൂപയ്ക്ക് താഴേക്ക് പോകുന്ന ലോസ് നമുക്ക് സഹിക്കേണ്ടി വരുന്നതല്ല. 10 ആകുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കായിട്ട് അത് സെല്ലാവുന്നതായിരിക്കും. നമുക്കിപ്പോൾ ഇവിടെ ഓർഡർ ടൈപ്പ് ലിമിറ്റ് വെച്ചുകൊണ്ട് എങ്ങനെയാണ് ഷെയർ വാങ്ങിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അവിടെ വന്ന് ഓർഡർ ടൈപ്പിൽ ലിമിറ്റ് സെലക്ട് ചെയ്യുക. ഇനി ഞാനിവിടെ നെക്സ്റ്റ് ക്വാണ്ടിറ്റിയാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ കുറച്ച് ക്വാണ്ടിറ്റി ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ഇനി ഞാൻ നേരത്തെ നിങ്ങൾക്ക് പറഞ്ഞു തന്ന പോലെ തന്നെ നമുക്കിവിടെ ലിമിറ്റ് പ്രൈസ് സെറ്റ് ചെയ്യാവുന്നതാണ്. അതായത് ഇപ്പോൾ ഇത് 11.35 നിൽക്കുന്ന ഷെയറാണ്. ഇത് ഞാൻ 11 രൂപ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ബൈ ആവണമെന്നുണ്ടെങ്കിൽ ഈ ലിമിറ്റിൽ 11 രൂപ കൊടുത്താൽ മതിയാവും. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഈ ഷെയറിൻ്റെ പ്രൈസ് എപ്പോഴാണോ 11 രൂപ വരുന്നത് ആ സമയത്ത് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ബൈ ആവുന്നതായിരിക്കും. ഇനി ഈ ഷെയറിൻ്റെ പ്രൈസ് നമ്മളിപ്പോൾ ഈ വാങ്ങിയ ദിവസത്തിൽ 11 രൂപയിൽ എത്തുന്നില്ല എന്നുണ്ടെങ്കിൽ ക്ലോസിംഗ് ടൈം ആകുമ്പോഴത്തേക്കും നമ്മുടെ ഓർഡർ ഓട്ടോമാറ്റിക്കായി ക്ലോസ് ആവുന്നതായിരിക്കും. ഇവിടെ 10 ഷെയറാണ് ഞാൻ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 10 ഷെയർ 11 രൂപ പ്രൈസ് റേറ്റിൽ താഴെ അതിൻ്റെ ടോട്ടൽ എമൗണ്ട് എഴുതി കാണിക്കുന്നതാണ്. ഇനി കാണുന്ന റിവ്യൂ ഓർഡർ എന്ന് പറയുന്ന ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുക. അടുത്ത് വരുന്ന ഈ ബൈ എന്ന് പറയുന്ന ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഓർഡർ പ്ലേസ് ആവുന്നതായിരിക്കും. നമ്മളുടെ ഓർഡർ പ്ലേസ് ആയെന്ന് അറിയാൻ വേണ്ടി താഴെ കാണുന്ന ഓർഡേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുക. അത് കംപ്ലീറ്റ് ആയെങ്കിൽ ഇപ്പോൾ ഇവിടെ കാണിക്കുന്ന പോലെ കംപ്ലീറ്റ് എന്ന് എഴുതി കാണിക്കുന്നതാണ്, അല്ലെങ്കിൽ ഓപ്പൺ എന്ന് പറഞ്ഞ് എഴുതി കാണിക്കുന്നതാണ്. ഓർഡർ പ്ലേസ് ആയെന്ന് കൺഫേം ചെയ്ത ശേഷം ഈ താഴെ കാണുന്ന പോർട്ട്ഫോളിയോ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഷെയർ ലോസിലാണോ പ്രോഫിറ്റിലാണോ റണ്ണാവുമെന്ന് നമുക്കറിയാൻ പറ്റുന്നതാണ്. നമ്മൾ വാങ്ങിയ ഷെയറിന് പ്രോഫിറ്റ് ലഭിക്കുന്നുണ്ടെങ്കിൽ ഗ്രീൻ കളറിലും ലോസിലാണെങ്കിൽ റെഡ് കളറിലും കാണിക്കുന്നതായിരിക്കും. നമ്മൾ ബൈ ചെയ്ത അതേ രീതിയിൽ തന്നെയാണ് സെല്ലും ചെയ്യുന്നത്. സെല്ല് ചെയ്യേണ്ട ഷെയർ സെലക്ട് ചെയ്യുക. എത്ര ക്വാണ്ടിറ്റി ആണോ നിങ്ങൾ സെല്ല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ഓർഡർ ടൈപ്പ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലിമിറ്റ്, മാർക്കറ്റ് 2 ഓർഡർ ടൈപ്പാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ലിമിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ എക്സാമ്പിൾ 11.35 ഉള്ള ഷെയർ 12 രൂപയാകുമ്പോൾ വിൽക്കണമെന്നുണ്ടെങ്കിൽ ആ ലിമിറ്റ് കൊടുത്തതിന് ശേഷം താഴെ പ്രൈസ് എന്നുള്ള 12 കൊടുക്കുക. അതല്ല നമുക്ക് മാർക്കറ്റ് പ്രൈസിലാണ് വിൽക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഓർഡർ ടൈപ്പിൽ മാർക്കറ്റ് എന്ന് സെലക്ട് ചെയ്ത ശേഷം സെല്ല് കൊടുക്കുക. അല്പം ഒന്ന് മനസ്സിലാക്കി ട്രേഡിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ പ്രോഫിറ്റ് ഏൺ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾ ചെയ്യേണ്ടത് അപ് ടു ഡേറ്റ് ആയിട്ടിരിക്കുക. ഓരോ കമ്പനിയിൽ വരുന്ന മാറ്റങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. അതിനനുസരിച്ച് അവരുടെ ഷെയർ വാല്യൂവിൽ നല്ല വ്യത്യാസം വരുന്നതാണ്. അപ്പോൾ ആ ഷെയറുകൾ നോക്കി വാങ്ങിക്കുക. നമുക്കപ്പോൾ നല്ല രീതിയിൽ തന്നെ പ്രോഫിറ്റ് ഇതിൽ നിന്ന് ഏൺ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് തോന്നുന്നുവെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, അവർക്കും സജസ്റ്റ് ചെയ്യുക. അപ്പം നിങ്ങളും ഈ അപ്സ്റ്റോക്സിൽ ജോയിൻ ചെയ്ത് നിങ്ങൾ ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള യൂസ്ഫുൾ വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായിട്ട് നിങ്ങൾ ആ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ഓക്കെ, താങ്ക്